പപ്പടം വിനീത് വന്ന് ഓക്കെ. ആ അപ്പോൾ എല്ലാവർക്കും വെൽക്കം ബാക്ക് ഗൈസ്. കുറേ നാൾക്ക് ശേഷം ആണ് നമ്മൾ കാണുന്നത്. അപ്പോൾ നമുക്കറിയാലോ, നമ്മൾ ഒരു ഗ്യാപ്പിന് ശേഷമാണ്, ഒരു നീണ്ട ഇടവേളയ്ക്ക് ശേഷമാണ് കുറേ എല്ലാവരും മൈൻഡ് ഫക്ക് ആയിട്ടിരിക്കുമായിരുന്നു. കാരണങ്ങളൊക്കെ അറിയാം, അതൊന്നും ഇനി വീണ്ടും എടുത്ത് വെച്ച് ഡ്രാഗ് ചെയ്യുന്നില്ല. അപ്പോൾ കുറേ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. നമ്മൾ കുറച്ച് കാര്യങ്ങൾ വേണ്ടാന്ന് വെച്ചത് ഓൾറെഡി പറഞ്ഞതാണ്, ഇങ്ങനത്തെ കാര്യങ്ങളിൽ പോയി തലയിടരുത്. എടാ ഇവൻ വീണ്ടും ചത്തോണ്ടിരിക്കുന്നു കണ്ണാപ്പി. അഡ്മിനോട് ഡ്രാഗ് ചെയ്തൊന്നു വേറെ അതൊരു വല്ലാത്ത ബഗ് തന്നെ. നമ്മൾ ആദ്യമായിട്ട് അപ്പൊ നമുക്ക് നമ്മൾ മെയിൻ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ കുറേ പേരുടെ വായിൽ നിന്ന് ഇങ്ങനെ നമ്മൾ കേട്ടതെന്ന് മെയിനായിട്ടൊരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മളുമായിട്ട് സിറ്റുവേഷൻ എടുക്കുമ്പം അവർക്ക് ഭയങ്കരമായിട്ട് ഹെയ്റ്റ് വരുന്നു, അല്ലെങ്കിൽ കുറേ പേരുടെ കരിയർ ഇല്ലാണ്ടായി പോയിട്ടുണ്ട്, അല്ലെ കുറേ പേരുടെ ഇതൊക്കെ ഇതായി പോയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മൾ അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു തീരുമാനം മെയിനായിട്ട് എടുത്തത്. നമ്മളായിട്ട് ഇനി വേറെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാക്കണ്ട എന്നുള്ളൊരു തീരുമാനത്തിലാണ് നമ്മൾ ഒരു ഗ്യാപ്പൊക്കെ എടുത്ത് അവരവരുടേതായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇതാവട്ടെ എന്നുള്ള രീതിയിൽ ഇതാക്കിയത്. അപ്പോൾ അവരുടെ അഭിപ്രായം നമ്മൾ കൺസിഡർ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഇനിയിപ്പം നമ്മളടുത്ത് ഈ ഹെയ്റ്റ് സ്പ്രെഡ് ആവുന്ന അങ്ങനെ എന്തെങ്കിലും പേടി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഗ്യാങ് വിട്ട് വേറെ ഏതെങ്കിലും മറ്റേ സിറ്റിസൺ ആർപ്പിയോ മീൻ പിടിക്കുന്ന ആർപ്പിയോ അങ്ങനെ എന്തെങ്കിലും ചെയ്തോ. ടി വിയൊക്കെ ഒരു മാറ്റം ഇനി വരാൻ പോകുന്നില്ല. നമ്മൾ എങ്ങനെയാണോ കളിക്കുന്നത് അതുപോലെ തന്നെ കളിക്കും. ഇനി ഇവന്മാരെ നമ്മൾ ഇഗ്നോർ ചെയ്യാൻ പോകണം. അതാരാണേലും നമ്മൾ ഇഗ്നോർ ചെയ്യാൻ പോകണം. പക്ഷെ നമ്മുടെ പ്ലേയിങ് സ്റ്റൈൽ മാറ്റത്തില്ല. ഹേറ്റ് കിട്ടുമെങ്കിൽ വാങ്ങിച്ച് കരയുക. അതിൽ കൂടുതൽ വേറെ സ്റ്റാൻഡൊന്നുമില്ല. ഇനി വേറെ സ്റ്റാൻഡൊന്നുമില്ല. ഇങ്ങോട്ട് വള്ളി എടുക്കാൻ വന്നാൽ തിരിച്ച് നല്ലത് പറഞ്ഞു വിടും. അങ്ങനെ തന്നെ നിന്നാൽ മതി. ആൻഡ് നമുക്ക് അല്ലാതെ ഈ പറയണത് പോലെ മറ്റേ കണ്ടവന്മാർക്ക് വേണ്ടിയിട്ട് നമ്മുടെ സ്വഭാവവും നമ്മുടെ രീതികളും ഇത്രയും നാൾ ഫോളോ അപ്പ് ചെയ്ത് വന്ന കാര്യങ്ങളും മാറ്റാൻ പറ്റത്തില്ല. അതിൽ മാറ്റുന്നുമില്ല. അത് മാറ്റുന്നില്ലെന്ന് തന്നെയാണ് തീരുമാനം. ആൻഡ് എൻ്റെ ഒരു മിസ്റ്റേക്കായിരുന്നു. മെയിനായിട്ട് ഞാൻ ഈ ഗ്യാപ്പ് ആദ്യം ഇനിഷ്യേറ്റ് ചെയ്തത് ഞാനാണ്. ഞാൻ അത്രയും മൈൻഡ് ഫക്കായി അത്രയും ഇതായി പോയതുകൊണ്ടാണ്. എൻ്റെ ഫാമിലിയുടെ കുറേ കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ അത് മെൻഷൻ ചെയ്ത്, പിന്നെ എൻ്റെ കുറച്ച് പേഴ്സണൽ ഇഷ്യൂസ് എനിക്ക് ഇതിനകത്ത് വന്നതുകൊണ്ടാണ്. ആൻഡ് സ്വർഗ്ഗരാജ്യത്തിൻ്റെ സൈഡിൽ നിന്ന് നമ്മുടെ അടുത്ത് പറഞ്ഞിരിക്കുന്ന മെയിനായിട്ടൊരു കാര്യം, നമ്മുടെ ആരുടെ പേരൻസിനെ ഇതിനകത്ത് ഡ്രാഗ് ചെയ്താലും അമ്മമാർക്ക് സിറ്റിയിൽ നിന്ന് പെർമനൻറ്റ് ബാനാണ്. ഈ സിറ്റിയിൽ പെർമനൻറ്റ് ബാനാണ്. നമ്മുടെ ആരുടെയെങ്കിലും ഒരാളുടെ പേരൻസിൻ്റെ ആരുടെ പേരോ എന്തെങ്കിലും ഇതിനകത്ത് OCയിൽ ഡ്രാഗ് ചെയ്ത് നിങ്ങളുടെ OC സിറ്റുവേഷൻ നിങ്ങളുടെ ഇപ്പോൾ അമ്മ പെങ്ങൾ ആരോ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ലവറോ ആരോ ആയിക്കോട്ടെ, OC കാര്യങ്ങൾ എന്ത് ഡ്രാഗ് ചെയ്താലും സ്വർഗ്ഗരാജ്യത്തിൽ നിന്ന് പറയുന്നവന് പെർമനൻറ്റ് ബാൻ ആണെന്നുള്ള കാര്യം അവരെനിക്ക് ഉറപ്പ് തന്നിട്ടുണ്ട്. തിരിച്ച് പറയാൻ നിൽക്കേണ്ട, നേരെ പോയി പറയുക, സിറ്റിയിൽ നിന്ന് പറഞ്ഞു വിടുക. അതിൽ കൂടുതൽ വേറെ വർത്താനമൊന്നുമില്ല. നമുക്കിവിടെ കളിച്ചാൽ മതി. നമുക്ക് ബാക്കി വേറെ ഏതെങ്കിലും സിറ്റിയിലൊക്കെ പോയി കളിക്കുന്നുണ്ടെങ്കിൽ നല്ലത് തിരിച്ച് പറയാം. അവിടെ നിന്ന് ബാൻ മേടിച്ച് കൊടുക്കാൻ നമുക്ക് എന്തായാലും പറ്റത്തില്ല. അവിടുത്തെ ആ സിറ്റിയിൽ എന്തായാലും റൂൾ അങ്ങനെയായിരിക്കും. നമ്മുടെ സിറ്റിയിലത്തെ കാര്യമാണ് ഞാൻ പറയുന്നത്. നിങ്ങളുടെ ആരെങ്കിലും പേരൻസിനെയോ അല്ലെങ്കിൽ ഈ പറയണ എന്തെങ്കിലും ഡ്രാഗ് ചെയ്യുവാണെങ്കിൽ നേരെ അഡ്മിനെടുത്ത് റിപ്പോർട്ട് ചെയ്യുക. സിറ്റിയിൽ നിന്ന് പെർമനൻറ്റ് ബാൻ കൊടുക്കുമെന്ന് ഉറപ്പ് പറഞ്ഞിട്ടുണ്ട് എല്ലാവരും. അപ്പോൾ ആ ഒരു കാര്യത്തിൽ ഇനി നമുക്ക് പേടിക്കാനില്ല. സിറ്റിയിൽ സിറ്റുവേഷൻസ് വരുമ്പം ഇനി OCയിലോട്ട് കൊണ്ടുപോകുന്നവന്മാരെ ഇവിടെ കളിക്കത്തില്ല. ആ രീതി കളിക്കുന്നവർ ഒരു ദിവസം കളിച്ചിട്ടങ്ങ് പൊക്കോട്ടെ. അവൻ ആ ഒരു സമാധാനം കിട്ടുന്നവന്മാർ ഒരു ദിവസം കളിച്ചിട്ടങ്ങ് പൊക്കോട്ടെ. അത് അത്രേ ഉള്ളൂ നമുക്ക് തീരുമാനിക്കാൻ. പറയാൻ പോകണ്ട. നമുക്ക് പറഞ്ഞാൽ നമുക്കും കിട്ടും. അപ്പം നീ ഇപ്പോൾ ഞാൻ പറയാമല്ലോ, അവനിപ്പോൾ OC പറയുകയാണ്, നിന്റെ OC പറഞ്ഞാൽ നീ തിരിച്ചവൻ്റെ OCയുടെ തന്തയ്ക്ക് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ ആദ്യം പറഞ്ഞത് ആര് എന്നുള്ളതൊന്നുമല്ല. നമുക്ക് നേരെ അവിടെ പോയി നമുക്ക് കളിക്കാനുള്ള അറ്റ്മോസ്ഫിയർ ഉണ്ടാക്കുക, അത്രേ ഉള്ളൂ. അപ്പോൾ ഫസ്റ്റ് കേസ് അത് അങ്ങനെ നമ്മൾ തുടങ്ങുന്നു. ആൻഡ് ഇനിയിപ്പോൾ ടർഫ് കളിക്കാനുള്ള ഒരു ലൈനപ്പ് ഞാൻ ഇനി ലൈനപ്പ് ഇടും. ആ ലൈനപ്പ് ആക്റ്റീവായിട്ട് ഇരുന്നവന്മാർ മാത്രം കളിച്ചാൽ മതി, അല്ലാത്തവന്മാർ കളിക്കണ്ട. ഞാൻ ഇപ്പോഴേ പറയുവാണേ, ഓരോ ദിവസവും വിളിച്ച് കയറ്റി 15 റേഡിയോയിൽ ഫില്ലാക്കാൻ ഇനി പറ്റത്തില്ല. ഒരു കോൾ അങ്ങോട്ട് തരും, അതനുസരിക്കാൻ പറ്റുന്നവന്മാർ ഇവിടെ കളിച്ചാൽ മതി. ടർഫിൻ്റെ ലൈനപ്പും വാറിൻ്റെ ലൈനപ്പും പെർമനൻറ്റ് ലൈനപ്പ് ആയിരിക്കും ഇനി തൊട്ട് പെർമനൻറ്റ് ലൈനപ്പ്. ഒറ്റ ലൈനപ്പിലായിരിക്കും കളിപ്പിക്കുന്നത്. അതിൽ അൺഅവൈലബിൾ ആയിട്ടുള്ള ആൾക്കാരെ മാത്രം മാറ്റിയിടും. ഒറ്റ ലൈനപ്പ്. ആൻഡ് അത് ലൈനപ്പ് ഏതാണെന്ന് ഞാൻ അടുത്ത അല്ലെങ്കിൽ 2 ദിവസത്തിനുള്ളിൽ എനിക്ക് ഓൾറെഡി ഒരു ലിസ്റ്റ് കിട്ടിയിട്ടുണ്ട്. ആ ലിസ്റ്റ് ഞാൻ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ ലിസ്റ്റ് വെച്ചിട്ട് ആക്റ്റീവായിട്ടുള്ള ആൾക്കാരുടെ ഫസ്റ്റ് ലൈനപ്പ് ആദ്യം ഇടും. പിന്നെ അടുത്തൊരു ഇമ്പോർട്ടൻ്റ് കാര്യം, എല്ലാ മെമ്പേഴ്സിനോടും ഒരു കൺസിഡറേഷനും നിനക്കൊന്നും തരാതെ എല്ലാത്തിൻ്റെ മുഖത്ത് നോക്കി പറയുവാണ്, ഇനി ഇവിടെ ഗ്യാപ്പ് എടുക്കുക എന്നുള്ളൊരു പരിപാടിയില്ല. ആരാണേലും
ആരാണല്ലോ എനിക്ക് ഈ ഗ്യാങ് മുമ്പോട്ട് കൊണ്ടുപോകണം, എനിക്ക് ഈ ഗ്യാങ് നല്ല രീതിയിൽ മുമ്പോട്ട് കൊണ്ടുപോകണം. ഈ ഗ്യാങ് ആണ് ഞാൻ പറഞ്ഞല്ലോ, ആസ് എ ലീഡർ ഞാൻ പറയുകയാണ്, എനിക്ക് എൻ്റെ ഗ്യാങ് ആണ് അൾട്ടിമേറ്റ്. അതിലെനിക്ക് ഇൻഡിവിജ്വൽ സെൻറ്റിമെൻറ്റ്സ് ഒരാളോട് പോലും ഇല്ല. ഞാൻ ഒരു ഗ്യാങ് ലീഡറായിട്ടാണ് സംസാരിക്കുന്നത്. എനിക്ക് ഇൻഡിവിജ്വൽ സെൻറ്റിമെൻറ്റ്സ് ഒരാളോടും ഇല്ല. ഗ്യാപ്പ് എടുക്കണമെന്നുണ്ടെങ്കിൽ ബെല്ലാരിയിലോട്ട് പൊക്കോണം. ബെല്ലാരി കളിക്കാൻ നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ അവിടുന്ന് ലീവ് ചെയ്ത് പൊക്കോണം. നിങ്ങൾക്ക് ഇവിടുന്ന് ഗ്യാപ്പ് എടുക്കണമെങ്കിൽ ബെല്ലാരിൽ ഇടും, എടുത്ത് ബെല്ലാരിൽ ഇടുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് മറ്റേ ആക്റ്റീവ് അല്ലെന്നുണ്ടെങ്കിൽ ബെല്ലാരിൽ ഇട്ടിട്ട് ബെല്ലാരിയിൽ നിന്ന് കളിക്കാൻ അറിയാവുന്ന പിള്ളേരെ എടുത്ത് ടി വിയൊക്കകത്തിടും. ഇനി ഒരാളും ഡിപ്പെൻഡ് ചെയ്ത് ടി വിയെ മുന്നോട്ട് കൊണ്ടുപോകാൻ എനിക്ക് താല്പര്യമില്ല. ഗ്യാങ് ലീഡർ എന്നുള്ള രീതിയിൽ ഞാൻ ഇപ്പോഴും പറയുകയാണ്, എനിക്ക് എൻ്റെ ഗ്യാങ് ആണ് വലുത്. എനിക്ക് എൻ്റെ ഗ്യാങ്ങിൻ്റെ നല്ല പേരാണ് എനിക്ക് വലുത്. വരാൻ പറ്റാത്തവന്മാരെ ഞാനെടുത്ത് ബെല്ലാരിയിലിടും. ബെല്ലാരിയുടെ കാര്യങ്ങളോട് നോക്കുന്നത് രായനും ഇവിടെ ഉണ്ട്. രായൻ പറഞ്ഞിട്ടുണ്ട്, ഇനി പുറത്തുനിന്നൊരു റിക്രൂട്ട്മെൻറ്റ് ഇല്ല, ഇനി പുറത്തുനിന്നൊരു റിക്രൂട്ട്മെൻറ്റ് എടുക്കാനില്ല. വർഷങ്ങളായിട്ട് ബെല്ലാരിയിൽ കളിക്കുന്ന നല്ല പ്ലേയേഴ്സ് ഉണ്ട്. ബെല്ലാരിയെ ബാധിക്കാത്ത രീതിയിലത്തെ ആൾക്കാരെ എടുത്ത് ഞാൻ ലൈനപ്പിലിടും. അതുകൊണ്ട് അടുത്തൊരു സിറ്റുവേഷൻ ഉണ്ടാകുന്ന സമയത്ത് 10 മിനിറ്റ് പോയിട്ട് 15 മിനിറ്റ് പോയിട്ട് 10 മിനിറ്റ് പോലും ഞാൻ വെയിറ്റ് ചെയ്യത്തില്ല. റേഡിയോയിൽ ലൈനപ്പ് പേര് വിളിച്ച ആൾക്കാർ ഫില്ലായില്ലെങ്കിൽ ഉറപ്പായിട്ടും പണിഷ്മെൻറ്റ് ഉണ്ടാവും. ഇനി എനിക്ക് കണ്ടവന്മാരുടെ വായിരിക്കുന്ന കേൾക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് അത് നിൻ്റെയൊക്കെ മനസ്സിലും ഉണ്ടാവണം. ഒന്നാമത്തെ കാര്യം ഇപ്പോഴേ പറയാണ്, അതിൽ ഒരു കൺസിഡറേഷനും ഇല്ല. മുഖം നോക്കാതെ ഞാൻ ആക്ഷൻ എടുക്കുവേ. അത് പേടിയുള്ളവന്മാർ മാത്രം ഇത് ചെയ്താൽ മതി, അല്ലാത്തവർ വേറെ ഒന്നും ചെയ്യരുത്. ഞാൻ ഇപ്പോഴേ പറയുകയാണ്, കളിക്കാൻ താല്പര്യമില്ലെങ്കിൽ നേരെ വന്ന് പറയുക. എനിക്ക് കാരണം ഇവിടെ ഇത് കുറച്ച് നാൾ നിർത്തി വെച്ചപ്പം ഇതിനോട് കുറച്ച് ഡീപ്പ് അഫക്റ്റഡ് ആയിട്ടുള്ള കുറച്ച് ആൾക്കാർ നമ്മുടെ കൂട്ടത്തിലുണ്ട്. അവരെന്നോട് വന്ന് പറഞ്ഞാൽ അവർക്ക് വേണ്ടിയിട്ട് ഇത് എനിക്ക് നിർത്താൻ പറ്റത്തില്ല വഴിയിൽ ഇനി. അതുകൊണ്ട് എനിക്കിത് മുമ്പോട്ട് കൊണ്ടുപോകണം. ഇപ്പം കുറേ ഓരോരുത്തരുടെ POV കാണുന്ന ബാക്കിയുള്ളവർക്കും മനസ്സിലാവും. ഒരു സിറ്റുവേഷൻ എടുക്കാൻ പോലും ആളില്ലാതിരുന്ന് പുഴുക്കുന്ന കാര്യം നമുക്ക് പറ്റത്തില്ല. അതുകൊണ്ട് ഇതാണ് എൻ്റെ ഡിസിഷൻ. ബെല്ലാരിയുടെ കാര്യത്തിൽ ഞാൻ പറഞ്ഞല്ലോ, അവരെ അഫക്റ്റ് ചെയ്യുന്ന രീതിയിലത്തെ ഒരു ഇത് വേണ്ട. അതായത് ഒരാൾ വന്നാൽ ബെല്ലാരിയുടെ ലൈനപ്പിനെ അഫക്റ്റ് ചെയ്യാൻ പാടില്ല. ഓക്കെ, അപ്പൊ എന്താ ഇവിടുന്ന് ബ്രേക്ക് എടുക്കണം എന്ന് പറഞ്ഞാൽ അവിടെ പോയിട്ട് അവിടെയും അത്യാവശ്യം ആക്റ്റീവ് ആയില്ലെങ്കിൽ, അതായത് അവിടെ പോയിട്ട് ആക്റ്റീവ് ആയില്ലെങ്കിൽ അവിടുത്തെ ബെഞ്ചിലായിരിക്കും. മനസ്സിലായോ? ഉറപ്പായിട്ടും അതിലൊരു സംശയം വേണ്ട. ഈ ബ്രേക്ക് എടുക്കുന്നവരെ മാത്രമല്ല ഞാൻ അങ്ങോട്ട് ഇടുന്നത് കേട്ടോ. സിറ്റുവേഷനിൽ വരാതിരിക്കുന്ന ആൾക്കാരെ ഞാൻ എടുത്തിടും. ഞാനായിട്ടിടും. ഞാൻ ഒരാളുടെ മുഖം നോക്കത്തില്ല. ഇത്രയും നാൾ TVക്ക് വേണ്ടി കളിച്ചാണെന്ന് ഞാൻ നോക്കത്തില്ല. ഒരു ക്രൂഷ്യൽ സിറ്റുവേഷനിൽ വിളിക്കുന്ന ദിവസം വന്നില്ലെങ്കിൽ, അല്ലെങ്കിൽ വന്നിരുന്ന് റേഡിയോയിൽ വെയിറ്റ് ചെയ്തിരിക്കാൻ പറ്റത്തില്ലടാ. ലാസ്റ്റ് 2-3 സിറ്റുവേഷൻസ് എങ്ങനെയായിരുന്നു എന്ന് കണ്ട് എല്ലാവരും മൈൻഡ് ഫക്ക് ആക്കുകയാണ്. ആ കാര്യം ഞാൻ വിട്ടു. പിന്നെ നമ്മളെല്ലാവരും അത്രയും മൈൻഡ് ഫക്ക് ആയിട്ടാണ് കളിച്ചത്. അതുകൊണ്ട് നമുക്ക് ഈ പറയണത് പോലെ ഇതില്ലായിരുന്നു. ആരും ഒരു മൂഡിലല്ലായിരുന്നു. അത് അത്ര ഷോ ആയിട്ടിരുന്നു ഇതുമായിരുന്നു. അതുകൊണ്ട് പിന്നെ അത് ഞാൻ വിടുന്നു. ലാസ്റ്റ് സിറ്റുവേഷനുകളൊക്കെ വിടുന്നു. ഇനി മുന്നോട്ടുള്ള കാര്യം നമുക്ക് നോക്കിയാൽ മതി. വേറെ എന്തെങ്കിലും പറയണ്ടോ? നിനക്ക് എന്തെങ്കിലും പറയണ്ടോ രായ ചന്ദ്ര? ഇല്ല എനിക്ക് അല്ലാണ് ഇത് തന്നെ പറയാനുള്ളത്. അതായത് ഇനി ഒരു സിറ്റുവേഷനിൽ ഇവിടെ ആരും കേറാതിരിക്കില്ല. പണ്ടൊക്കെ ആണെങ്കിൽ ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ വിളിക്കേണ്ട ആവശ്യമൊന്നുമില്ല, എല്ലാം ചാടിപ്പിടിച്ച് വരും നമ്മൾ ഒരാളെ തൊട്ട്. പക്ഷെ അതൊക്കെ എവിടെയോ അത്. പക്ഷെ അങ്ങനെ പറ്റത്തില്ല. നമ്മളെ കൂട്ടത്തിൽ ഒരാളും ആരില്ലാതെ ഇവിടെ ഇരുന്ന് പുഴുകണ കാണാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ഈ തീരുമാനം എടുത്ത. വേറെ ആർക്കും ഒരു ശോകം അടിക്കേണ്ട. ഇതിനൊരു മാറ്റവും കാണത്തില്ല. കാരണമല്ല, മാറ്റം എന്ന് പറഞ്ഞാൽ മാറ്റം, അത്രേ ഉള്ളൂ. ഇവിടെ ആരും നമ്മളെ കൂട്ടത്തിൽ എല്ലാവരും അവരവരുടെ ടൈം കളഞ്ഞിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. അത് നിങ്ങളെ കാണിക്കുക, മനസ്സിലായി? അത്രേ ഉള്ളൂ എനിക്ക് പറയാനുള്ളൂ. എല്ലാരും ഓക്കെ അല്ലേ? പറഞ്ഞ എല്ലാവർക്കും ഓക്കെ അല്ലേ? അല്ല, ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾക്ക് ഇങ്ങനെ കളിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഓപ്പൺ ആയിട്ട് വന്ന് പറയണം. അതായത് ഈ ഒരു സ്ട്രിക്റ്റ് ആയിട്ട് കളിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പറയണം കേട്ടോ. അപ്പൊ തന്നെ ഞാൻ ബെല്ലാരി എടുത്തിട്ടോളാം. ഇനി നിന്റെ അടുത്തൊക്കെ ഞാൻ പറയാമല്ലോ. ലൈക്ക് ഈ ഒരു രീതിയിൽ ഞാൻ ഇനി ഇങ്ങോട്ട് നിൽക്കും. ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടോ? വേറെ ആർക്കെങ്കിലും നിങ്ങൾക്ക് എന്തെങ്കിലും സംസാരിക്കുകയാണെങ്കിൽ പറയാം. 2 വാക്ക് പറയണോ? ഡു ലൈക്ക് അയ്യോ എന്റെ റേഡിയോ ജാം ആയിരിക്കുമായിരുന്നു. സോറി. അല്ല, നമ്മൾ ആക്റ്റീവ് ആകാത്തവരൊക്കെ ഇനി എല്ലാരും പുറത്ത് കളയും. എല്ലാരും ആക്റ്റീവ് ആയിരിക്കണം. ബൈ ബ്രോ. ഓക്കെ. നീ ബെല്ലാരിലാണ് ഇപ്പം ഈ മീറ്റിംഗ്. ആര് പറഞ്ഞു? നീ ഓൾറെഡി ബെല്ലാരിലാണ്. നിന്റെ ടാഗ് ചെക്ക് ചെയ്താൽ മതി. ഓൾറെഡി ബെല്ലാരിലാണ് നീ.